ആദില നൂറയെ പോലുള്ള ലെസ്ബിയൻസും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രസീവ് ആളുകളും മലബാർ ഗോൾഡിൽ നിന്ന് സ്വർണം വാങ്ങിച്ചില്ലെങ്കിലും മലബാർ ഗോൾഡിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെൻ്റെ സ്ഥാപനത്തെ ബാധിക്കാനേ പോകുന്നില്ല. ഇവർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പ്രതിഷേധിച്ച് എനിക്കെതിരെ വീഡിയോസും എസ്സേകളും എഴുതിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാവരും മറക്കും. അങ്ങനെ വിചാരിച്ചിരുന്ന AK ഫൈസലിന് തെറ്റി. ഒടുവിൽ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി തന്നെ വന്നു. ഒടുവിൽ ആദില നൂറ വിഷയത്തിൽ പരസ്യമായി മാപ്പ് ചോദിച്ച് മലബാർ ഗോൾഡിലെ AK ഫൈസൽ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം മതത്തെയും സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മലയാളികളെയും പിണക്കിക്കൊണ്ട് മലബാർ ഗോൾഡ് എന്ന സ്ഥാപനത്തിന് ഒരു നിലനിൽപ്പ് സാധ്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം എടുത്തുചാടി രാത്രിക്ക് രാത്രി തന്നെ ഫൈസൽ AK ഒരു മണ്ടത്തരം കാണിച്ചത്. അതായത് ആദില നൂറയെ അപമാനിച്ചുകൊണ്ട് ഞാൻ ക്ഷണിച്ചിട്ടല്ല എൻ്റെ വീട്ടിൽ അവർ അതിഥിയായി വന്നത് എന്ന തരത്തിൽ കുഴപ്പം പിടിച്ച ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഫേസ്ബുക്കിലെ കുറച്ചു പേർ മാത്രമല്ല, അത് ലോകം മുഴുവനും ചർച്ച ചെയ്തു. വലിയ വിവാദങ്ങളായി. ഒരിക്കൽ പോലും ഫൈസലേക്ക് ചിന്തിച്ചു കാണില്ല ഈ 2 ലെസ്ബിയൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്തു കേരളം മുഴുവനും തനിക്കെതിരെ നിൽക്കുമെന്ന്. ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ ഉമ്മയും ഉപ്പയും ധിക്കരിച്ച, സ്വന്തം മതമായ ഇസ്ലാമിനെ എതിർത്ത, കേരളത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ മുഴുവൻ തകർത്ത ഈ 2 പേരാണെങ്കിൽ കൂടിയും അവരെ വീട്ടിൽ വന്ന ഒരു അതിഥിയെ സ്വീകരിച്ചതിന് ശേഷം അവരെ അപമാനിച്ചത് ഒട്ടും ശരിയല്ല എന്നാണ് ആദില നൂറയെ എതിർക്കുന്നവർ പോലും ഫൈസൽ AKയോട് മറുപടി പറഞ്ഞത്. കോടികൾ നൽകി പാവപ്പെട്ടവരെ സഹായിച്ചും സമൂഹ വിവാഹം നടത്തിയും വലിയ ഗ്രാൻഡ് ഹൗസ് വാമിംഗ് നടത്തിയുമൊക്കെ ഒരു സെൽഫ് ബ്രാൻഡിംഗ് നടത്തി സമൂഹത്തിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച AK ഫൈസലിനെതിരെ കേരളം മുഴുവനും നിൽക്കുന്ന കണ്ടപ്പോഴാകണം ഒരു ഗതിയുമില്ലാതെ അദ്ദേഹത്തിന് അവസാനം ആദില നൂറയോട് സോറി പറയേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇന്ത്യൻ ഭരണഘടനയും അംഗീകരിച്ചതുപോലെ എല്ലാവരെയും പോലെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട്. അവരെ മാറ്റി നിർത്താൻ പാടില്ല. ആദില നൂറയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കണമെന്നോ വ്യക്തിഹത്യ ചെയ്യണമെന്നോ എന്ന ഉദ്ദേശത്തിൽ ചെയ്തതല്ല. വളരെ കുറച്ച് വിഭാഗം ആളുകളുടെ എതിർപ്പിനെ ന്യായീകരിക്കാൻ വേണ്ടി എടുത്ത ഒരു തെറ്റായ തീരുമാനമായിരുന്നു അത്. അതേസമയം ഈ വിഷയത്തിൽ ആദില നൂറ ഇതുവരെ പരസ്യമായി ഒരു പ്രതികരണവുമായി വന്നിട്ടില്ല. ഇനി അവരുടെ പ്രതികരണത്തിനാണ് സോഷ്യൽ മീഡിയ മുഴുവനും കാത്തിരിക്കുന്നത്. ഞങ്ങൾ ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും കാണുന്ന വ്യക്തിയാണ് മലബാർ ഗോൾഡിലെ ഫൈസൽ AK എന്നും ബിഗ് ബോസ് കഴിഞ്ഞ് ഞങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് ഇതെന്നും ഞങ്ങളെ ചേർത്തു നിർത്തിയതിൽ സന്തോഷമുണ്ടെന്നുമാണ് ഫൈസൽ AKയുടെ ഹൗസ് വാമിംഗ് ചടങ്ങിൽ പങ്കെടുത്ത ആദില നൂറ പറഞ്ഞത്.